അതുല്യമായ ഈ സംസാര വൃക്ഷത്തിന്റെ പേര് ഊർധ്വം എന്ന് മന്ത്രം പറയുന്നു. ഇതിന്റെ വേര് ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന് ശങ്കര ഭവൽപാദർ വിവേക ചൂടാമണിയിലൂടെ സമർത്ഥിക്കുന്നു. ഒരാൾ ഇവിടെ കിടന്ന് കണ്ടക്ഷോഭം നടത്തുന്നത് കേൾക്കാതെ ഇരുന്നുറങ്ങാതാൻ. കഥകളി ഉണ്ടായിരുന്നോ ഇന്നലെ വെളുക്കോളം വീട്ടില്? ഇറങ്ങിപ്പോവാ ക്ലാസ്സിൽ നിന്ന്. ഇനി സംസ്കൃതി പറയണോ? ആ എവിടാ പറഞ്ഞു നിർത്തിയ? ബ്രഹ്മം സദാ ഈ രൂപം ധരിക്കുന്നുവെന്ന്. മാഷേ, മാഷേ, എന്തിനാ കുട്ടി ഇങ്ങനെ മരണപ്പാച്ചില് പറയണേ? രക്തസമ്മർദ്ദം കൂടി പൊട്ടിത്തെറിക്കല്ലേ നിന്റെ ഹാർട്ട്? ഇതിലും ഭേദാതാ. പോയില്ലേ ക്ലാസ്സിൽ വെച്ചെന്റെ മാനം? അതിനാ പറഞ്ഞതുണ്ടോ കുട്ടിക്ക് മാനം? എന്താ ചോദിച്ചത്? ഇന്നലെ വെളുക്കോളം കഥകളി ഉണ്ടായിരുന്ന വീട്ടിലെന്നോ? എന്നാ കേട്ടോളൂ, ഇന്നലെ വെളുക്കോളില്ലായിരുന്നു, എന്നാൽ ഇന്ന് വെളുക്കോളം ഉണ്ട് താനും. വധം, കീചക വധം. ഭ്രാന്തുണ്ടോ തനിക്ക്? തൽക്കാലം ഇല്ല, ഇനി എടുപ്പിക്കാണ്ടിരുന്ന മതി മാഷ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. വേദനിച്ചോ നിനക്ക്? ഇല്ല. ക്ലാസ്സിൽ വെച്ച് നീ എന്റെ മുറപ്പെണ്ണാണെന്നും മുയൽ കുഞ്ഞാണെന്നും ഒന്നും നോക്കില്ല ഞാൻ. അവിടെ ഞാൻ വേദാന്തം പഠിപ്പിക്കണ ഭരത പിഷാരടി മാഷ്. നീ എന്റെ സ്റ്റുഡന്റ് മീര ബാലരാമ പിഷാരടി. അതിൽ കവിഞ്ഞ ഒരു സ്വാതന്ത്ര്യവും ക്യാമ്പസിൽ വെച്ച് നീ എന്നോട് എടുക്കരുത്. എടുത്താലും അത് അനുവദിക്കില്ല ഞാൻ. ഈടേട്ടന്റെ മാഷിന് അഹങ്കാരം ഇത്തിരി കൂടുണ്ടെന്ന് ഞാനും കേട്ടു. ക്യാമ്പസിലെ സ്വീകരണത്തിൽ പങ്കെടുത്തില്ല എന്നും കാല് പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നപ്പോ പുരസ്കാരങ്ങളൊന്നും സ്വീകരിക്കാതെ ഇറങ്ങിപ്പോയി എന്നും ഒക്കെ കേട്ടു. അതിലൊക്കെ എന്താ അർത്ഥമുള്ളത് മീര? ഉണ്ട്, അർത്ഥമുണ്ട്. മനസ്സ് നെരിപ്പോട് പോലെ നീറി പിടിപ്പിച്ച് വലതും കുത്തിക്കുറിച്ചതിന് ഈശ്വരൻ തരുന്ന പുണ്യം അതൊക്കെ. പുറങ്കാലെടുത്ത് തട്ടിക്കളയരുത് മാഷെ അതൊക്കെ. എന്തിനാ എന്തിനാ മീര നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കണത്? കണ്ടിട്ടുണ്ടോ മാഷെ തൃശ്ശൂർ പൂരം? തിടമ്പെടുത്ത് നെറ്റിപ്പട്ടം കെട്ടി പൂരപ്പറമ്പിലെ പഞ്ചാരി മേളം കേട്ട് ചെവിയാട്ടി നിക്കണ തൃപ്രയാർ കേശവനെ കണ്ടിട്ടുണ്ടോ? ആ ഒറ്റക്കൊമ്പനെ. എന്തിനാ എന്തിനാ കുട്ടികൾ അതിനെ സ്നേഹിക്കണേ, ആരാധിക്കണേ? ആ തലയെടുപ്പൊന്ന് കാണാൻ, ആ ചിഹ്നം വിളി ഒന്ന് കേൾക്കാൻ, പിന്നെ പിന്നെ അതിന്റെ വാലിലെ ഒരു രോമം വെട്ടിയെടുത്ത് വളച്ചു കെട്ടി ഒരു സ്വർണമോതിരം ഉണ്ടാക്കി വിരലിടാൻ, മനസ്സിന്റെ പേടി മാറ്റാൻ, ജന്മത്തിന് മോക്ഷം കിട്ടാൻ. ഇതിലപ്പുറം പറയാനുള്ള വേദാന്തം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്റെ മാഷേ. അല്ല അന്തസ്സുള്ള ഒരു ചായ കൂടെ എടുത്തോളൂ രാവുണ്ണിയാരെ. ഉണ്ണേണ്ട നേരത്താണോ ജോത്സ്യരെ ചായ? ഈയിടെ ആയിട്ട് ഊണിനോട് അത്ര കമ്പം തോന്നണില്ല ഗോപാല. ഊണിനോട് വേണ്ടായ തോന്നാൻ വല്ല വിശേഷം ഉണ്ടോ ജോത്സ്യർക്ക്? ഏഭ്യത്തരം പറയാത്ത ചായ കൂടെ എടുക്കണം. എന്താ ദേവു ഇതൊക്കെ? ഇതൊന്നും നോക്കി പറഞ്ഞതാ എന്റെ ഏട്ടാ. എന്താ ഇത്? എന്റെ മകന്റെ ജാതകം, എന്റെ ആങ്ങളമാര് പറഞ്ഞ ചക്രവർത്തി തിരുമനസിന്റെ ജാതകം. പെങ്ങളെ, ഇത് നോക്കി എന്ത് പറയാനാ ഞാൻ? അറിയണോ എനിക്ക് എന്താ അവന്റെ മരണം? എനിക്ക് മടുത്തു എന്റെ ഏട്ടാ. കണ്ടോ എന്റെ ഏട്ടൻ ഇത്? വെയിലും മഴയും കൊള്ളാതെ ഞാൻ ചുരുണ്ട് കിടക്കണ കൂര പൊളിച്ച് വിൽക്കാൻ സമ്മതിക്കാത്തതിന് അവൻ തന്നെ സമ്മാനം എന്റെ ആങ്ങളെ. എവിടെ ഉണ്ടവൻ? ബീഡിയുണ്ട് കുറിപ്പ് നിൽക്കാൻ. മുൻകൂർ ജാമ്യ FIR കോപ്പി ഒന്നല്ല ഞാൻ ചോദിച്ചത്. കാശിന് 4 എണ്ണം കിട്ടുന്ന ഒരു ബീഡിയല്ലേ? സോറി സർ, തത്തമംഗലത്തൊരു ക്രിമിനലിനെ തെരഞ്ഞു പോയതായിരുന്നു ഞാൻ കസ്റ്റഡിയിലെടുക്കാൻ. എന്റെ ഭാഗ്യക്കേടെന്നല്ലാതെ എന്നാ പറയാനാ സാറേ. ഞാൻ ചെന്നപ്പോഴേക്കും ആള് മുങ്ങി. സോറി സാർ, ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന്
ആ ASI ശ്രീധര മേനോനും എനിക്കൊരു ഇൻഫർമേഷൻ തന്നില്ല. നൊന്തോ എന്റെ കുട്ടിക്ക്? പാവമാണ് സാർ എന്റെ കുട്ടി, ഉപദ്രവിക്കരുത് അവനെ. സോറി മാഷെ, വല്ലാതെ പ്രൊവോക്ക് ചെയ്തപ്പോ. അറിയാം, സാറിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇവന്റെ 5ാം വാരി കലങ്ങിയാനെ. മാപ്പ്. ഇവന് വേണ്ടി തരകൻ സാറിനോട് ഞാൻ ചോദിക്കണു മാപ്പ്. എങ്ങനെ ഉണ്ടായി സാറേ സാറിനെ പോലുള്ള ഒരാൾക്ക് സഹോദരനായിട്ട് ഈ പിശാചിന്റെ സന്തതി? പാണ്ഡുവിന് ധൃതരാഷ്ട്രർ, കുംഭകർണന് രാവണൻ, സുഗ്രീവന് ബാലി. ഇപ്പൊ ഈ പാവപ്പെട്ട ഇരിങ്ങണ്ണൂർ ഭരത പിഷാരടിക്ക് ഒരു വിശ്വനാഥനും. ഒക്കെ ദൈവത്തിന്റെ ഓരോ തമാശകള്. വിട്ടേക്ക് സാറേ, കൊണ്ടുപോയിക്കോട്ടെ ഞാനിവനെ. മാഷെ പോലുള്ള ഒരാള് പുറകെ നടക്കാനുണ്ടല്ലോ എന്നുള്ളതാ ഇവന്റെ അഹങ്കാരത്തിനൊക്കെ കാരണം. ക്ഷമിക്ക, ഓരോരുത്തർക്കും ഓരോ ജാതകമാണ്, ഓരോ വിധി, ഓരോ DNA. വിശ്വനാഥ, എന്റെ വണ്ടിയിലോട്ട് കയറി. വേണ്ട, ഞാൻ ഒരു ഓട്ടോ പിടിച്ച് നോക്കളാം. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരല്ലേ. ആ, മറ്റന്നാൾ അയക്കാം. ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായ സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ ബാലകൃഷ്ണ? മറ്റന്നാൾ തന്നെ അയച്ചോളാം, ഡിലേ ഉണ്ടാവില്ല. ആ, ചെണ്ടു തോൽക്കും മണി ചുണ്ടിൻ ചോപ്പു കണ്ടാൽ മുളം തണ്ടിൽ മുളി നിൽക്കും വരി വണ്ടും ചൊന്നിടുന്നു പരിഭവം. വല്ല യക്ഷിയും വന്ന് മുറുക്കാൻ ചുറ്റി തന്നാന്ന് വിചാരിച്ചോ മാഷ്? ഇതിപ്പോ വിചാരിക്കാൻ മാത്രം എന്താ ഉള്ളേ? നീ ഒരു രക്ഷ തന്നെയല്ലേ, റിട്ടയർഡ് രക്ഷി. വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. വന്ന് രാത്രിയിൽ ഇപ്പൊ മതിലേ കാണാൻ തുടങ്ങിയല്ലേ? ഒരു കള്ള ഗന്ധർവന്മാര് നട്ടപ്പാതിര നേരത്തെ വന്ന് മോഹിപ്പിച്ചാല് മതില് ചാടാണ്ടിരിക്കാൻ പറ്റുമോ? ആട്ടെ, പാതിരാത്രിയിൽ ഇവിടെ ഇരുന്ന് എന്തെടുക്കുക? കോലാർ സ്വർണ്ണ ഖനിയിൽ നിന്ന് കുറച്ച് സ്വർണം കുഴിച്ചെടുക്കുക. എന്താ വേണോ ഒരു മുറത്തിൽ പൊന്നെ? കഥകളി സമ്പ്രദായത്തിലെ വൈജാത്യങ്ങൾ. മാതൃഭൂമി MT സാറ് വിളിച്ചു പറഞ്ഞ ഉടനെ കൊടുക്കണം. നീ ഇങ്ങോട്ടാ. കഥകളെ കുറിച്ച് എഴുതാൻ ഇയാളാരാ? കലാമണ്ഡലം കൃഷ്ണൻ നായരോ അതോ ഉണ്ണായി വാര്യരോ? എടി പരിഹസിക്കല്ലേ. വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ 4-5 കൊല്ലം മെഴുക്കിട്ടൊഴിഞ്ഞ് ചുട്ടി കുത്തി കളിച്ച പാരമ്പര്യം ഉണ്ടെനിക്ക്. ഭീമനായി, അർജുനനായി, കംസനായി, കലിയായി. മനസ്സൊന്ന് പാളം തെറ്റി. സാരമില്ല, പേടിച്ചു പോയ നീ. 3-4 ദിവസം ഉറക്കമൊഴിഞ്ഞ് മെന്റൽ സ്ട്രെയിൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിയാ തീരും പ്രശ്നങ്ങളൊക്കെ. എഴുത്തും വായനയൊക്കെ പിന്നെ ആവാം. നീ പോയിക്കോളൂ.